എന്ത് ചെയ്തിട്ടും ഒരു മെന വരുന്നില്ലല്ലോ എന്നൊരു ആലോചിച്ചൊരു ഇരിപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. ഒന്നുമല്ല, ഒരു ഡെസ്ക് ഡെക്കോറാണ്. ഡെക്കോറെന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പെൻ ഹോൾഡർ ആട്ടോ ഉണ്ടാക്കാൻ വന്നപ്പോൾ നമുക്ക് 4 A4 ഷീറ്റ്സ് ആണ് വേണ്ടത്. അവിടെ കളർ A4 ഷീറ്റ്സ് എടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരുന്ന പോലെ നോക്കി ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഈ പെൻ ഹോൾഡർ വേണം എന്ന് പറഞ്ഞ് കടയിൽ ചെന്ന് വാശി പിടിക്കുമ്പോൾ അമ്മ ഒരെണ്ണം വാങ്ങിച്ചു തരും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം പിന്നെയും കടയിൽ ചിലപ്പോൾ വേറെ ഇരിക്കുന്നുണ്ടാവും നല്ല കളറൊക്കെ ആയിട്ട്. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ വാങ്ങിച്ചു തരത്തില്ല. യൂഷ്വലി അമ്മമാർ അങ്ങനെയാണല്ലോ, ഒരെണ്ണം ഉണ്ടല്ലോ പിന്നെ എന്തിനാന്ന് ചോദിക്കും. അന്നൊക്കെ എനിക്കിത് അറിയുമെന്ന് ഡെസ്ക് നിറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചതന്നെ. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവർ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിക്കോ. നമുക്ക് മാസം മാസം പെൻ ഹോൾഡർ പുതിയതാക്കിക്കൂടെ? ആകെ 4 A4 ഷീറ്റ് മതി നമുക്ക്. എൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ഒരു ചാനലിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗീവ് അവേസ് ആണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ ഗീവ് അവേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത് ഒരു റാക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഇനിയും 3 റാക്സ് ആണ് വേണ്ടത്, ടോട്ടൽ 4 എണ്ണം കേട്ടോ. അപ്പോൾ അത് ഒരു ട്രാൻസിഷനൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് 4 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇത് 4 എണ്ണം കൂടി കൂട്ടി ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിക്കുക. ഒട്ടിച്ചപ്പോൾ എനിക്ക് വലിയ ഇതെന്ത് സാധനമാണ്, വലിയ രസമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു മൈൻഡാണ് വന്നത്. ഇതെൻ്റെ പാവക്കുട്ടിക്കകത്തേലെ കുറച്ച് പഞ്ഞി എന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.